എങ്ങനെയുണ്ട് അച്ഛാ? നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പർ. നാടൻ കോഴി ചിക്കൻ പോലെ തന്നെ ഉണ്ട്. അതിലെ സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യല്? സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഉണ്ട്. നമ്മൾ ഇന്നേ വരെ കഴിക്കാത്തൊരു മീറ്റാണ്. ഇതെന്താ? ഇത് മുയലിറച്ചിയാണ്. അപ്പൊ നമുക്ക് മുയലിറച്ചി കൊണ്ട് ആദ്യം ഒരു ബിരിയാണി ഉണ്ടാക്കാം. മുയൽ ബിരിയാണി. യെസ്. കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, ഞാനും കഴിച്ചിട്ടില്ല. ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ 3 നാഴി അരിയാണ് എടുക്കണത്. എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, 3 നാഴി അരിയാണ് ഞാനിവിടെ എടുക്കണേന്നുള്ളത്. അരി കൃത്യമായിട്ട് അളന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് നമുക്കൊരു 10-15 മിനിറ്റ് എങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 5 സവാള നൈസായിട്ട് അരിഞ്ഞത്, പുതിനയില, മല്ലിയില, 2 തക്കാളി, 4-5 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പട്ടയിലയും. നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് റൈസിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. അപ്പൊ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് അത്യാവശ്യം എരിവ് കൂടിയതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അരി എന്തേലും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് കുതിരണ സമയം കൊണ്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇവിടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നോളൂ. അപ്പൊ സവാളയൊക്കെ ഇവിടെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ല് പോണ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എപ്പോഴും ഇടുന്ന പൊടി തന്നെയാണ്. ബിരിയാണിക്ക് വേണ്ടി ഇടുന്ന മസാലകൾ പോലെ തന്നെയാണ്. പക്ഷെ എന്നാ മുയൽ ബിരിയാണിക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത് കുരുമുളകും ഇത് പെരിഞ്ജീരകം പൊടിച്ചതുമാണ്. നമുക്ക് ഒരു സ്പൂൺ അളവിൽ നമുക്ക് ഇങ്ങനെ കുരുമുളകും അതേ അളവിൽ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ എരിവിനനുസരിച്ചും ഫ്ലേവർ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത്ര തന്നെ ഇടണം എന്നൊന്നും പറയില്ല. അപ്പൊ നമുക്കിനി പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. നമുക്ക് ഈ ഇലകളൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് ഈ മസാലയിലോട്ട് പിടിക്കുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുയലിറച്ചിയും കൂടി ഇട്ട് കൊടുക്കാം. മുയലിറച്ചി കഴുകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകണം. ചിക്കൻ കഴുകണ പോലെ അല്ല, കുറച്ച് പണിയുണ്ട് ഇത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇളക്കി കൊടുക്കുക കേട്ടോ. പതിയെ ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. മീറ്റ് ഒന്ന് സോഫ്റ്റായി വരാനാണ് കേട്ടോ ഈ ഇറച്ചിയൊക്കെ. ഒന്ന് കുറച്ചൊഴിച്ചാൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല വഴറ്റി കഴിഞ്ഞിട്ട് അവസാനം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പം ലാസ്റ്റാണ് ഒഴിച്ചത്. പിന്നെ നന്നായി മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവുന്ന അതേ സമയമല്ല, ചിക്കന്റെ ഇറച്ചി പോലെ തന്നെയാണ്. എന്നാലും ചിക്കൻ വേവുന്നതിനേക്കാളും കുറച്ചുകൂടി വേവ് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കണത്. അപ്പൊ മസാല അവിടെ ആവട്ടെ. ആ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തിൽ നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചതച്ചതും പട്ടയിലയും കൂടി ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോ ആണ്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി തിളച്ചാൽ മാത്രമേ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുത്ത് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പൊ നമുക്ക് റൈസ് എന്തായെന്നുള്ളത് നോക്കാം. റൈസൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കിനി 1 മിനിറ്റ് നേരത്തേക്കും കൂടി ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഇറക്കാം. അപ്പൊ നമുക്കിനി സവാള, കാഷ്നട്ട്, മുന്തിരി ഇതൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നമുക്കിതിന് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കാഷ്നട്ട് വറുത്തെടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഇങ്ങനെ പോരാ, നല്ലപോലെ വറ്റി നമുക്ക് ബിരിയാണിക്ക് ഇടുന്ന മസാലയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുന്ന വരെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ചിക്കൻ്റെ വേവല്ല, കുറച്ചുകൂടി വേവ് കൂടുതലുള്ള ഐറ്റമാണിത്. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിനി ഇത് ലെയർ ദം ചെയ്യാം. അപ്പോൾ ലെയറിനുള്ള പരിപാടി അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ റൈസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല കൂടി വെച്ച് കൊടുക്കാം. നമുക്കിത് ഫുൾ ലെയർ ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മൾ ലെയറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്നട്ട്, മുന്തിരി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം മേളിൽ നമ്മൾ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയില വെച്ച് ആദ്യം ക്ലോസ് ചെയ്തിട്ട് ടൈറ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കറക്റ്റ്
ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് ദമ്മിന് വയ്ക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഓവറായിട്ട് ഒഴിക്കണ്ട. പാൻ ഞാൻ ഓവർ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ദമ്മിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അരമണിക്കൂർ ദം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓപ്പണാക്കി നോക്കാം. കണ്ടോ, ഈ ഈർപ്പവെള്ളം റൈസിലേക്ക് വീഴാണ്ടിരിക്കാനാണ് മേളിൽ വാഴയില വെക്കാനായിട്ട് പറയണത്. നമുക്കിത് മെല്ലെ വെള്ളം വീഴാത്ത രീതിയിൽ എടുക്കാം. ഇത് പതിയെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരണ്ടല്ലേ അമ്മ? നല്ല സ്മെല്ല്. അമ്മയാട്ടോ ഇളക്കല് കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളൂ. ഞങ്ങളിത് ടേസ്റ്റ് നോക്കിയിട്ടില്ല, പക്ഷെ സ്മെല്ല് നമ്മള് നാടൻ കോഴി ബിരിയാണി വെക്കില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതേ ഒരു രുചി ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. യെസ്, നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആഡ് ചെയ്യണതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ തന്നെ കഴിച്ചിട്ട് നല്ലതാന്ന് പറയുന്നതുമല്ല, ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറയണത്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട് ചാ? നല്ലായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് എന്താ? നമ്മുടെ നാടൻ കോഴി തിന്നണ പോലെ തന്നെ ടേസ്റ്റ്, അതേ ടേസ്റ്റ്, വേറെ ഒന്നും മൊയിലിറച്ചി കഴിച്ചിട്ടുണ്ടോ അതിന്റെ മുമ്പ്? ഇല്ല. ഇല്ലല്ലേ. കാല് അതിൻ്റെ അടിപൊളിയുണ്ട്, സൂപ്പർ. സാധാരണ ബിരിയാണി മസാലയിലേക്കാളും കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ട്. കറക്റ്റ്, എല്ലാം കറക്റ്റാ അല്ലേ? എല്ലാം കറക്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നാടൻ കോഴി ചിക്കൻ പോലെ തന്നെ ഉണ്ട്. എങ്ങനെന്താ അതിന് കഴിച്ചത്? ആദ്യമായിട്ടല്ലേ കഴിക്കണം? നമ്മളെല്ലാരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണിത് കുക്ക് ചെയ്യണതും കഴിക്കണതും. പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് ആണ് ഓക്കെ, പക്ഷെ ഇത് കുറച്ച് ബലമുള്ള ടൈപ്പാണ്. ചിക്കൻ്റെ മീറ്റ് പോലെ അത്ര സോഫ്റ്റ് അല്ല, ബ്രോയിലർ ചിക്കൻ്റെ പോലെ സോഫ്റ്റ് അല്ല. നാടൻ ചിക്കൻ്റെ ആ ഒരു ബലം ഉണ്ടാവും ഇതിന്. ടേസ്റ്റും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. മസാല ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ വേറൊരു മസാല ആണ് ഇട്ടിരിക്കുന്നത്. അത് നോക്കി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.